നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സമരനായികയ്ക്ക് സ്വാതന്ത്ര്യം. ആത്മഹത്യാ ശ്രമക്കേസിൽ മണിപ്പൂരിലെ സമരനായിക ഇറോം ശർമിളയ്ക്ക് ജാമ്യം. ഇംഫാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ വ്യവസ്ഥകളിൽ ശർമിള ഒപ്പുവെച്ചു. കോടതിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഇറോമിനെ വൈകിട്ടോടെ സ്വതന്ത്രയാക്കും. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഇറോം ശർമിള. സൈന്യത്തിനുള്ള പ്രത്യേക അധികാരം എടുത്തുകളയുമെന്നും പ്രഖ്യാപനം. സാധാരണക്കാർക്ക് നേരെയുള്ള സൈനിക നീക്കത്തിനെതിരെ 16 വർഷം നീണ്ട നിരാഹാരം ശർമിള അവസാനിപ്പിക്കുന്നത് 44-ാം വയസ്സിൽ. അതിനിടെ ശർമിളയുടെ നിലപാടിന് ഭീഷണിയുമായി തീവ്രവാദ സംഘടനകൾ രംഗത്ത്. സമരം അവസാനിപ്പിച്ചാൽ മരണശിക്ഷയെന്ന് മുന്നറിയിപ്പ്. രാഷ്ട്രീയ പ്രവേശനത്തിനും ഗോവൻ വംശജനെ വിവാഹം കഴിക്കാനുള്ള നിലപാടിനുമെതിരെയാണ് ഭീഷണി. തള്ളാനും കൊള്ളാനും വയ്യ. ചെന്നിത്തലയ്ക്ക് പിന്നാലെ കേരള കോൺഗ്രസിനോട് അനുനയ നിലപാടുമായി സുധീരനും. തെറ്റ് തുറന്നു സമ്മതിച്ചാൽ UDF-ൽ തിരിച്ചെടുക്കുന്ന കാര്യം ആലോചിക്കാം. തീരുമാനം തെറ്റായിപ്പോയെന്ന് പാർട്ടിക്ക് വൈകാതെ ബോധ്യപ്പെടുമെന്നും KPCC അധ്യക്ഷൻ. അതിനിടെ മാണി മുന്നണി വിട്ട സാഹചര്യത്തിൽ മധ്യസ്ഥതയ്ക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പാർട്ടി തീരുമാനം ശരിയോ തെറ്റോ എന്ന് പറയാനില്ല. ഇക്കാര്യത്തിൽ ലീഗിന് ഇപ്പോൾ അഭിപ്രായമില്ലെന്നും വിശദീകരണം. അതേസമയം UDF വിടാനുള്ള തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതെന്ന് PJ ജോസഫ്. ഇക്കാര്യത്തിൽ മാണി പറഞ്ഞതിൽ കൂടുതലൊന്നും തനിക്ക് പറയാനില്ലെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ. തട്ടിപ്പിന്റെ തിരക്കഥ തേടി. തലസ്ഥാനത്തെ ATM തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര സംഘമെന്ന് സ്ഥിരീകരണം. തദ്ദേശീയരുടെ സഹായം ഇതിനായി ലഭിച്ചിട്ടുണ്ടെന്ന് കരുതുന്നില്ലെന്ന് IG മനോജ് എബ്രഹാം. ATM സെന്ററിൽ ഇലക്ട്രോണിക് ഉപകരണം സ്ഥാപിക്കുന്ന 3 വിദേശികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന്. സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ടുള്ള അന്വേഷണം IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന്. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് SBI ATM വഴി നടന്ന ഹൈടെക് കൊള്ളയിൽ നഷ്ടമായത് 2.5 ലക്ഷത്തോളം രൂപ. 50ഓളം പേരുടെ അക്കൗണ്ടിൽ നിന്ന് ചോർത്തിയ പണം തട്ടിപ്പുകാർ പിൻവലിച്ചത് മുംബൈയിൽ നിന്ന്. ഉപഭോക്താക്കൾക്ക് ബാങ്കുകളുടെ ജാഗ്രതാ നിർദ്ദേശം. ATM കാർഡിന്റെ മാഗ്നറ്റിക് ടേപ്പിൽ നിന്ന് അക്കൗണ്ട് വിവരങ്ങളും ക്യാമറയിൽ പകർത്തിയ പിൻ നമ്പറും ഉപയോഗിച്ചുള്ള തട്ടിപ്പ് സംസ്ഥാനത്ത് ഇതാദ്യം. പണം പിൻവലിച്ചത് മുംബൈയിൽ നിന്നായതിനാൽ അന്വേഷണം മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച്. ATM സുരക്ഷ വർദ്ധിപ്പിക്കുന്ന തിരക്കിൽ ബാങ്കുകൾ. കലിഖോപുൾ മരിച്ച നിലയിൽ. അരുണാചൽ മുൻ മുഖ്യമന്ത്രി കലിഖോപുൾ മരിച്ച നിലയിൽ. ഇറ്റാനഗറിലുള്ള ഔദ്യോഗിക വസതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നതിനു പിന്നാലെ. കലിഖോപുളിന്റെ മരണം ആത്മഹത്യ എന്ന് അരുണാചൽ DGP. സംസ്ഥാനത്ത് വിമത നീക്കത്തിന് നേതൃത്വം നൽകിയ കലിഖോ അരുണാചൽ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ഈ വർഷം ഫെബ്രുവരി 16-ന്. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് 4 മാസം നീണ്ട ഭരണമൊഴിഞ്ഞ് പുതിയ മുഖ്യമന്ത്രിയുമായി പെമാ ഖണ്ഡു അധികാരമേൽക്കുകയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്ക്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2860 രൂപ, പവൻ 22,880 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30-ന് സേതുലക്ഷ്മി ചേരും. നമസ്കാരം.